ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എൻ്റെ ഒരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ. മീഷോയിലെ മഹാ ഇന്ത്യൻ സെയിൽ നടന്ന സമയത്ത് ഞാൻ അതിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കേട്ടോ ഞാൻ പ്രോഡക്റ്റ്സ് വാങ്ങിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു ആ പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന്. ഇതൊരു അൺബോക്സിങ് വീഡിയോ ഒന്നുമല്ല, കാരണം ഈ പ്രോഡക്റ്റ്സ് ഒക്കെ പല പല ദിവസങ്ങളിലാണ് കേട്ടോ കിട്ടിയത്. കിട്ടിയ സമയത്ത് തന്നെ ഞാൻ ഇത് പൊട്ടിച്ച് നോക്കി. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡാമേജും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യണമെങ്കിൽ ആ ഒരു സമയത്ത് നോക്കിയാലല്ലേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് അപ്പം തന്നെ ഞാനിത് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതെല്ലാം വന്നിട്ട് ഒരുമിച്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പ്രോഡക്റ്റ്സ് ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കിന്നൊരു ഹോൾ വീഡിയോ ചെയ്യാമെന്ന്. അപ്പം ഇതിൻ്റെ പ്രോഡക്റ്റ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പ്രൈസും ഒക്കെ നമുക്ക് പറയാം. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ ഇതേ നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സെറ്റ് ടേബിൾ വെയർ ആണ് കേട്ടോ. നല്ലൊരു പന്നിക്കുട്ടിയുടെ പടമൊക്കെയുള്ള നല്ല കാർട്ടൂണൊക്കെ ഉള്ളൊരു ടേബിൾ വെയർ ആണ്. കുട്ടികൾക്കാണെങ്കിലും നല്ല രീതിയിൽ ഇഷ്ടപ്പെടും, കാരണം ഈ കാർട്ടൂണൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതിൽ വരുന്നത് 2 ഫോർക്കും പിന്നെ 2 സ്പൂണും ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ സ്പൂണിൻ്റെ മെറ്റീരിയൽ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സ്പൂണും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. സ്പൂണാണെങ്കിൽ അത്യാവശ്യം നമുക്ക് നല്ല ഇങ്ങനെ കുഴിയുള്ള ടൈപ്പ് സ്പൂണാണ് കേട്ടോ. 2 സ്പൂണും, ചെറിയ സ്പൂണും വലിയ സ്പൂണും. അപ്പോൾ ഞാനിത് ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സെറ്റ് ഉണ്ടല്ലോ ഇതിൽ. അപ്പോൾ നമുക്ക് 2 മക്കൾക്ക് ഉപയോഗിക്കാൻ പറ്റും, മൂത്താൾക്ക് ഇളയാൾക്കും ഒരുപോലെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു കാർട്ടൂണൊക്കെ ഉള്ളതുകൊണ്ട് മക്കൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. നന്നായിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഈ ബാക്ക് സൈഡിൽ ഈ ഒരു സംഭവം നമുക്ക് ഊരിയെടുത്തിട്ട് ഫിറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. ഞാൻ മീഷോയിലെ മഹാ ഇന്ത്യൻ സെയിൽ നടക്കുന്ന സമയത്താണ് ഈ വാങ്ങിച്ചിരിക്കുന്ന പ്രോഡക്റ്റ്സ് എല്ലാം വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്തുള്ള റേറ്റിനെക്കാട്ടിലും കുറച്ചും കൂടെ റേറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പം കുറച്ചും കൂടി കൂടുതലായിരിക്കും. അപ്പം ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചപ്പോൾ മീഷോയിൽ ആ സമയത്തുണ്ടായിരുന്നത് 166 രൂപയായിരുന്നു കേട്ടോ. നല്ല പ്രോഡക്റ്റാണ് ഈ 166 രൂപയ്ക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടും. മൾട്ടി കളറിൽ വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ഓറഞ്ച് ഭാഗം വരുന്ന ആ ഒരു സംഭവം ഞാൻ ആദ്യം വിചാരിച്ചത് സിലിക്കോൺ ആണെന്നാണ് കേട്ടോ. പക്ഷേ അതൊരു പ്ലാസ്റ്റിക്കാണ്. എന്നാലും അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് കേട്ടോ. ഈ ഒരു പ്രൈസിന് വെർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അടുത്ത പ്രോഡക്റ്റ് വരുന്നത് ബോയ്സിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഷർട്ടും ട്രൗസറും വരുന്നൊരു സെറ്റാണ് കേട്ടോ. മീഷോയിൽ ഒരുപാട് റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ. ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്. ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു കളർ എന്ന് പറയുന്നത് ഈ ഒരു കളറാണ് കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ബ്ലെൻഡ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. നല്ല പ്രിൻ്റൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ ഇളകിപ്പോകുന്ന ടൈപ്പ് പ്രിൻറ്റും കാര്യങ്ങളും ഒന്നുമല്ല. തുണിയാണെങ്കിലും നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന തുണിയാണ്. ഇതിൻ്റെ കോളർ ആണെങ്കിലും നല്ല അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട്. ബട്ടൺസും കാര്യങ്ങളും ഒക്കെ നല്ല രസമായിട്ടാണ് കേട്ടോ ഉള്ളത്. കുറച്ചിങ്ങനെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. പിന്നെ ട്രൗസർ വരുന്നുണ്ട്. ഇതിൻ്റെ ട്രൗസർ വരുന്നത് ഇതേപോലെ തന്നെ നല്ല പ്രിൻറ്റിലാണ് കേട്ടോ വരുന്നത്. എനിക്ക് കിട്ടിയ ട്രൗസറിൻ്റെ ആ ഒരു നടുക്ക് ഇതുപോലെ നൂലിങ്ങനെ പൊങ്ങി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ട്രൗസറിന് ഇലാസ്റ്റിക്കൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഇലാസ്റ്റിക്കുള്ള ട്രൗസറും കാര്യങ്ങളൊക്കെയാണ്. 3 മാസം മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സൈസും കാര്യങ്ങളും അനുസരിച്ച് ഇതിൻ്റെ പ്രൈസിൽ കുറച്ച് ഡിഫറൻസ് ഒക്കെ വരും. 120 രൂപ മുതലാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ 3 വയസ്സുള്ള മോനാണ് വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിന് 210 രൂപയായിട്ടുണ്ടായിരുന്നു. നല്ല പ്രോഡക്റ്റാണ് ഈ ഒരു പ്രൈസിൽ. എന്നാലും നന്നായിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അവർക്കിടാനും നല്ല കംഫർട്ടബിൾ ആയിരിക്കും. കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. നല്ലൊരു പ്രോഡക്റ്റാണ്. അടുത്ത പ്രോഡക്റ്റ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അതും മക്കൾക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. നല്ലൊരു ടീഷർട്ടും അതുപോലെ തന്നെ ഒരു ട്രൗസറും വരുന്നൊരു കോംബോയാണ്. നല്ലൊരു കളറിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കേട്ടോ വരുന്നത്. വേറെ ഡിഫറൻസ് ആയിട്ടുള്ള കളേഴ്സൊക്കെ ഉണ്ട്. ഞാൻ ഈ ഒരു കളറാണ് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഞാൻ കൂടുതൽ ഇങ്ങനെ ഇളകി പോകുന്ന ടൈപ്പ് പ്രിൻ്റ് അങ്ങനെ വാങ്ങിക്കാറില്ല. ഇതും നല്ല പ്രിൻ്റാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ട്രൗസർ വരുന്നത് ഒരു ബ്ലാക്ക് കളറിലാണ്. അതിന് നല്ല ഇലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ടീഷർട്ടിനാണെങ്കിലും നല്ല അട്രാക്റ്റീവായിട്ട് നല്ലൊരു പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ബാക്ക് സൈഡ് വരുന്നത് നല്ല വൈറ്റാണ് വരുന്നത്. ഒരുപാട് ചെളിയൊക്കെ പറ്റിക്കുന്ന മക്കൾക്കാണെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. നമുക്ക് കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. 6 മാസം മുതൽ 5 വയസ്സിലുള്ള കുട്ടികൾക്കാണ് കേട്ടോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ സൈസ് അനുസരിച്ചിട്ട് പ്രൈസിലും കുറച്ച് വ്യത്യാസമൊക്കെ വരും. ഞാൻ 2 വയസ്സുള്ള കുട്ടിക്കാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പം 172 രൂപയായിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രൈസിൽ നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. വെർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്.
അപ്പോൾ ഇത് അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കിച്ചണിലേക്ക് അത്യാവശ്യം വേണ്ടിയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. നല്ലൊരു കട്ടിംഗ് ബോർഡാണ്. കുറേ നാളായിട്ട് ഞാൻ നല്ലൊരു കട്ടിംഗ് ബോർഡ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. എനിക്ക് കൂടുതൽ റൗണ്ട് ഷേപ്പിലുള്ള കട്ടിംഗ് ബോർഡാണ് ഇഷ്ടം. പക്ഷേ ഈ ഒരു കട്ടിംഗ് ബോർഡ് കണ്ടപ്പോൾ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നന്നായിരിക്കും എന്ന് തോന്നിയിട്ട് വാങ്ങിച്ചാണ് കേട്ടോ. തോന്നിയതുപോലെ തന്നെ നല്ലൊരു പ്രോഡക്റ്റാണ്. നല്ലൊരു ബ്രൗൺ കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ വേറെ ഡാമേജും കാര്യങ്ങളും ഒന്നുമില്ല. അതിലൊരു വുഡൻ ബാംബു കട്ടിംഗ് ബോർഡാണ്. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ആണല്ലോ നല്ല ഫിനിഷിങ് വർക്കൊക്കെയാണ് കേട്ടോ. ഹാങ് ചെയ്യാനായിട്ടുള്ള സംഭവമൊക്കെ നല്ല ഡിസൈനിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് വാങ്ങിക്കുന്ന സമയത്ത് മീഷോയിൽ 146 രൂപയായിരുന്നു. ആ ഒരു പ്രൈസിന് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. എനിക്കെന്തായാലും ഇത് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ലൊരു പ്രോഡക്റ്റായിട്ടാണ് കേട്ടോ തോന്നിയത്. അടുത്തൊരു പ്രോഡക്റ്റ് നമുക്ക് കിച്ചണിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. കിച്ചണിൽ നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് ഡ്രസ്സിലൊക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ പറ്റാതിരിക്കാനായിട്ട് നമുക്ക് ഏപ്രൺ യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണല്ലോ. അങ്ങനെ നമ്മൾ ഒരു കോംബോ സെറ്റിൽ ഏപ്രൺ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 സെറ്റ് ടവലും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഏപ്രണിൻ്റെ. അപ്പോൾ 2 ഏപ്രനാണ് വരുന്നത്. ഫസ്റ്റ് കളർ ഇതാണ് കേട്ടോ. അപ്പോൾ അതിന് 2 കെട്ടാനുള്ള 2 ടൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ലൊരു വലിയ പോക്കറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അതായത് കഴുത്തിൻ്റെ ടൈ കുറച്ച് ലെങ്ത് കൂടുതലാണ് കേട്ടോ. അത് നമുക്ക് വേണമെങ്കിൽ കെട്ടി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഏപ്രനാണ് ഇത് കേട്ടോ. റെഡ് കളറിലാണ് അത് വരുന്നത്. എനിക്ക് ഈ റെഡ് കളറിലെ ഏപ്രനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതിലും ഇതേപോലെ തന്നെ ടൈ വരുന്നുണ്ട്, പോക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എപ്പോഴും നമുക്ക് കിച്ചണിൽ കയറുന്നവർക്ക് എപ്പോഴും ഇതൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇതുപോലെ മീഷോയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാനായിട്ടൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ നല്ല 2 ഏപ്രനാണ് വന്നിട്ടുള്ളത്. ഇതേപോലെ കെട്ടാനുള്ള ടൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വന്നിട്ടുള്ളത് അതായത് ഈ 2 ടവലാണ് കേട്ടോ. 2 പെയർ ടവലാണ് കേട്ടോ. ഈ ഒരു ഗ്രീൻ കളറിലെ ടവൽ തന്നെ 2 ഉണ്ട്. അപ്പോൾ അത് നല്ല കോട്ടൺ ടവൽ എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ച് വെള്ളമൊക്കെ ആയി കഴിയുമ്പം ഇങ്ങനെ ഒന്ന് ചുരുണ്ട് പോകുന്ന ടൈപ്പ് ടവലായിട്ടാണ് തോന്നുന്നത്. നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ അതേ 2 ടവലുണ്ട്, ഗ്രീൻ കളറിലെ 2 ടവലുണ്ട്. അപ്പം നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. സൈഡൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ സ്റ്റിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഈ റെഡ് കളറിലെ ടവലാണ് കേട്ടോ. അതും ഇതേപോലെ തന്നെ 2 ടവലുണ്ട്. ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച സമയത്ത് ഈ ഒരു പ്രോഡക്റ്റിന് 155 രൂപയായിരുന്നു കേട്ടോ. ആ ഒരു പ്രൈസിൽ അത്യാവശ്യം നല്ല പ്രോഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അടുത്തായിട്ട് കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചതിലും കൂടുതൽ വെയിറ്റ് ഉണ്ടായിരുന്ന പ്രോഡക്റ്റ്. അതേപോലെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് കൂടാണ്. 4 എണ്ണത്തിൻ്റെ കോംബോ പാക്കിൽ വരുന്ന ഡോർ മാറ്റ്സ് ആണ് കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള മാറ്റായിരിക്കും കിട്ടാൻ പോകുന്നതെന്ന്. ഞാൻ ഇതിൻ്റെ റിവ്യൂസൊക്കെ നോക്കിയിട്ട് അത്യാവശ്യം നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയതിനെ ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത്രയും നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. ഈ ഫസ്റ്റിൽ എടുക്കുന്നത് തന്നെ നമ്മൾ ഡോറിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നമ്മൾ വെൽക്കം ചെയ്യാനായിട്ടിടുന്ന ആ ഒരു മാറ്റാണ് കേട്ടോ. അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട് വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു മാറ്റാണ്. അത് നല്ല കളർഫുൾ ആയിട്ടുള്ള മാറ്റാണ് കേട്ടോ. പല കളറിൽ അവൈലബിൾ ആണ്. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു കളർ ഷെയ്ഡൊക്കെ വരുന്ന ഒരു മാറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ്. അതുപോലെ തന്നെ നല്ല റബ്ബറാണ് കേട്ടോ. ബാക്ക് സൈഡിൽ നല്ല റബ്ബറാണ് വരുന്നത്. ഞാൻ ഒരു പരീക്ഷണാർത്ഥം ഈ ഒരു മാറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ അങ്ങനെയാണോ ചുരുട്ടുന്നതിന് മുമ്പുണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പ്രോഡക്റ്റാണ്. രണ്ടാമത്തെ മാറ്റം എന്ന് പറയുമ്പോൾ ഹോം എന്ന് എഴുതിയിട്ടുള്ളൊരു മാറ്റാണ് കേട്ടോ. ഇതിൽ ഞാൻ ഇതിനകത്ത് ഒരു മാറ്റമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചവിട്ടിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പൊടിയൊക്കെ പറ്റുന്നുണ്ടോ നല്ല രീതിയിൽ എന്നുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ പറ്റും. ഇത് പിന്നെ ബാക്ക് വശം റബ്ബർ ആയതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് വരച്ചൊക്കെ നോക്കിയാണ് കേട്ടോ. ഹോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാറ്റ് ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. പിന്നെ വരുന്നത് 2 എണ്ണം ബാത്റൂം എന്ന് എഴുതിയിട്ടുള്ളൊരു മാറ്റാണ്. അപ്പോൾ അത് നല്ല പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ ബാത്റൂം എന്നുള്ള മാറ്റ് 2 എണ്ണം വരുന്നുണ്ട്. അത് ഇതുപോലെ തന്നെ നല്ല റബ്ബറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇവരിതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ വാട്ടർ അബ്സോർവ് ചെയ്യുമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു മാറ്റിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും നല്ല രീതിയിൽ വാട്ടർ അതിനകത്ത് അബ്സോർബ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് വശം റബ്ബർ ആയതുകൊണ്ട് ഒട്ടും തന്നെ ബാക്കിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് വാട്ടർ അബ്സോർബ് ആയി കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇതുകൊണ്ട് വെയിലത്തിട്ടിട്ട് നല്ല രീതിയിൽ ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സ്മെല്ലും കാര്യങ്ങളും ഒന്നുമില്ല. നല്ല രീതിയിൽ ഉണങ്ങി പഴയതുപോലെ എങ്ങനെയാണോ പുത്തൻ പോലെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഒരു മാറ്റ്. ഈ ഒരു മാറ്റിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഇതിന് 386 രൂപയായിരുന്നു കേട്ടോ. ആ ഒരു പ്രൈസിൽ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിരുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. 5 സെറ്റ് വരുന്ന ഒരു ബൗളും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ 5 സെറ്റ് ബൗളിനുള്ള അടപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു പ്രോഡക്റ്റായിരുന്നു.
പല പല സൈസിലുള്ള ബൗളായതുകൊണ്ട് തന്നെ ആ ഒരു സൈസിന് ചേരുന്ന അടപ്പൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അടപ്പിന് ഒരുപാട് അങ്ങനെ കട്ടിയൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം കട്ടി എന്നുള്ള രീതിയിലുള്ളൂ കേട്ടോ. ഒരുപാട് കട്ടിയൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ അമക്കുന്ന സമയത്ത് ടപ്പ് ടപ്പ് എന്ന് സൗണ്ട് കേൾക്കുന്ന ആ ഒരു രീതിയിലുള്ള കട്ടിയൊക്കെ ഉള്ളൂ കേട്ടോ അടപ്പിന്. വലിയ ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അടപ്പിന് അത്ര വലിയ ക്വാളിറ്റി ഒന്നുമില്ല ഞാൻ നോക്കിയിട്ട്. എന്നാലും നമുക്ക് സെർവ് ചെയ്യാനൊക്കെ ബൗളെടുക്കുന്ന സമയത്ത് ഈ അടപ്പ് വെച്ചിട്ട് അടച്ചൊക്കെ വെക്കാനായിട്ട് പറ്റും കേട്ടോ. അടുത്തത് വേണ്ട ഓരോ ബൗളായിട്ട് ഞാൻ എടുത്ത് കാണിക്കാവേ. അപ്പോൾ ഫസ്റ്റിൽ വന്നിരിക്കുന്ന ബൗള് ഇതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബൗളിൻ്റെ സൈഡിൽ ഞാൻ ആദ്യം വിചാരിച്ച എന്തെങ്കിലും ഡാമേജ് ആയിരിക്കുമെന്ന് കേട്ടോ. പിന്നെ തൊട്ട് നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ കരി പോലത്തെ ഒരു സംഭവമാണ്. അതെന്തെങ്കിലും പാക്ക് ചെയ്തതിൻ്റെ എന്തെങ്കിലും കുഴപ്പമായിരിക്കും. പിന്നെ ഈ ബൗളിൻ്റെയൊക്കെ താഴെവശം വരുന്നത് കോപ്പറാണ് കേട്ടോ. കോപ്പർ ബോട്ടമാണ് വരുന്നത്. ഈ ഒരു ബൗളിൻ്റെ അകം ചെറിയ രീതിയിൽ ഇങ്ങനെ ചളുങ്ങിയിട്ടുള്ളത് പോലെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോയിൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അത് വലിയ ഡാമേജ് അല്ല, എന്നാലും ചെറിയൊരു രീതിയിൽ ഇങ്ങനെ ചളുങ്ങിയ പോലത്തെ ഒരു പ്രശ്നമുണ്ട് അതിന്. അപ്പോൾ ഇതാണ് അതിൻ്റെ അടപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അടുത്തത് രണ്ടാമത്തെ ബൗളാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ബൗളിന് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല, എന്നാലും കുറച്ചിങ്ങനെ കുഴിയുണ്ട് കേട്ടോ. നല്ല സ്പേസ് ഉണ്ട് അകത്ത്, കുറച്ചിങ്ങനെ കുഴിയായിട്ടാണ്. ഈ ബൗളിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അതേപോലെ കരി പോലത്തെ ഒരു സംഭവം ഞാൻ പറഞ്ഞില്ലേ, അത് എല്ലാ ബൗളിലും ഉണ്ട്. അപ്പോൾ അത് ഇതിലും ഉണ്ട്, ഇതിൻ്റെ ബാക്കിലൊക്കെ ഉണ്ട് ഈ ഒരു കരി പോലത്തെ സംഭവം. അത് കഴുകി കഴിഞ്ഞാൽ അങ്ങ് പൊക്കോളും. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എൻ്റെ കയ്യിലെല്ലാം ആദ്യമേ ഈ കരിയെല്ലാം പറ്റിയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റിലത്തെ പാത്രം എടുക്കുന്നത് വരെ എൻ്റെ കൈ മൊത്തം കരിയായിരുന്നു. ഇതാണ് കേട്ടോ മൂന്നാമത്തെ ബൗള്. മൂന്നാമത്തെ ബൗളിൽ അകത്ത് നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബൗളൊക്കെ നമുക്ക് ഇൻഡക്ഷൻ ബേസ് ആണ് കേട്ടോ. ഞാൻ അങ്ങനത്തെ ഒരു പാത്രം തപ്പി നടക്കുകയായിരുന്നു, കാരണം നമുക്കെല്ലാം ഇൻഡക്ഷൻ കുക്കറിലും കൂടെ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളും ഒക്കെ തിളപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബൗള് തപ്പി നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ നമുക്ക് ഇൻഡക്ഷൻ കുക്കറിൽ വെക്കാൻ പറ്റും. ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ബൗള് കഴിഞ്ഞിട്ട് ഇത് നാലാമത്തെ ബൗളാണ് വരുന്നത്. ഇതിന് മൊത്തം കരിയായിരുന്നു. ഫസ്റ്റ് എല്ലാം കരിയായിരുന്നു കേട്ടോ. ഈ ഒരു ബൗളിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ച് തിളപ്പിക്കണമെങ്കിൽ ആ ഒരു രീതിക്കൊക്കെ കുറച്ച് നല്ലതായിട്ട് തന്നെ സ്പേസ് ഉണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ മോൻ ഇടയ്ക്ക് വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കുഞ്ഞി കൈയാണ് ഇടയ്ക്ക് കാണുന്നത്. അപ്പോൾ അതിൻ്റെ അടപ്പും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ. നമ്മുടെ നാലാമത്തെ ബൗളിൻ്റെ അത്യാവശ്യം നല്ല ബൗളാണ്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഡാമേജും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ നമ്മുടെ അഞ്ചാമത്തെ ബൗളാണ് കേട്ടോ. അഞ്ചാമത്തെ ബൗളിന് പറ്റിയിട്ടുള്ളൊരു വലിയ ഡാമേജ് എന്ന് പറയുന്നത് ഈ ഒരു സൈഡ് കണ്ടില്ലേ, അതിങ്ങനെ ചെറുതായിട്ട് ചളങ്ങിയാണ് കേട്ടോ ഇരിക്കുന്നത്. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഇത് പൊട്ടിച്ച് നോക്കുന്ന സമയത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്താണ് കേട്ടോ ഇത് കണ്ടത് തന്നെ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സൈഡ് ചെറുതായിട്ടൊരു ചളുക്കമുണ്ട്. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. അകത്ത് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അകത്ത് നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടപ്പാണ് കേട്ടോ ഇത്. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് മീഷോയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് ഇതിന് 551 രൂപയായിരുന്നു കേട്ടോ. ആ ഒരു പ്രൈസിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രോഡക്റ്റാണ്. ഇതാണ് അതിൻ്റെ എക്സാക്റ്റ് സൈസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കിച്ചണിലോട്ടും അതേപോലെ തന്നെ കുട്ടികളൊക്കെ ഉള്ളിടത്താണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. എന്നെ സംബന്ധിച്ച് എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം മക്കളൊക്കെ ഉള്ളിടത്ത് വെള്ളവും ചായയൊക്കെ കമത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തുണി വെച്ചിട്ട് തുടച്ച് കഴിഞ്ഞാൽ ചായയൊക്കെ ആണെങ്കിൽ ആ ഒരു ബാഡ് സ്മെല്ല് ആ തുണിയിൽ എപ്പോഴും കാണും. അതേസമയം നമ്മൾ ഈ ഒരു വൈപ്പർ വെച്ചിട്ട് തുടക്കുകയാണെങ്കിൽ സ്മെല്ലും കാണില്ല. അതുപോലെ നമുക്ക് പെട്ടെന്ന് അവിടെ ഇവിടെയൊക്കെ സ്പ്രെഡ് ആവാതെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അത് ഡെമോ ആയിട്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഈ ഒരു വൈപ്പർ വെച്ച് ഇങ്ങനെ തുടച്ച് കാണിക്കുന്നുണ്ട്. അപ്പം ഇത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. ഞാനിത് വാങ്ങിക്കുന്ന സമയത്ത് മീഷോയിൽ ഇതിന് 101 രൂപയായിരുന്നു. അപ്പം 3 ഒരു കോംബോ ഓഫറിലാണ് കേട്ടോ വരുന്നത്. 3 ഡിഫറെൻറ്റ് കളേഴ്സിലാണ് വരുന്നത്. ഒരു ഓറഞ്ച് കളറിലുണ്ട്, അതേപോലെ തന്നെ ഒരു ബ്ലൂ കളറിലുണ്ട്, ഒരു പിങ്ക് കളറിലുണ്ട്. ഇതിന് ഹാങ് ചെയ്യാനായിട്ട് ഹാങ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പ്ലാസ്റ്റിക് ആണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ വൈപ്പർ വരുന്നത് ഒരു സിലിക്കോൺ പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഈ ഒരു 101 രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഈ പ്രോഡക്ട്സ് ഒക്കെയാണ് കേട്ടോ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രോഡക്ട്സിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതേപോലെ തന്നെ പ്രൈസും ഡീറ്റെയിൽസും എല്ലാം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രോഡക്ട്സ് വേണ്ടവര് മീഷോയിൽ പോയി പർച്ചേസ് ചെയ്തോളൂ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്താൽ ഞാൻ തിരിച്ച് ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ടാറ്റാ.